TV പ്രസാദ് കൂടി നമുക്കൊപ്പമുണ്ട്. TV പ്രസാദ്, PP ദിവ്യയെ പ്രതിയാക്കിക്കൊണ്ടുള്ള PP ദിവ്യ ഈ വിഷയത്തിൽ അന്ന് യാത്രയയപ്പ് യോഗത്തിൽ നടത്തിയ പ്രസംഗമാണ് ആത്മഹത്യയിലേക്ക് നയിച്ച കാരണം എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു കുറ്റപത്രമാണ് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ SITയുടെ അന്വേഷണ പരിധിയിലേക്ക് കുടുംബം ഉന്നയിച്ച ഗൂഢാലോചന, അതുപോലെ തന്നെ TV പ്രശാന്തന്റേതടക്കമുള്ള പങ്കാളിത്തം, ഇതിലേക്കൊന്നും അന്വേഷണം കടന്നിട്ടില്ല എന്ന് വേണോ മനസ്സിലാക്കാൻ? കുടുംബത്തിന് ആദ്യം മുതൽ തന്നെ സംശയമുണ്ട് സുജയ. ഇക്കാര്യത്തിൽ ദിവ്യ മാത്രമല്ല കുറ്റക്കാരി എന്നുള്ളത്. അതായത് പ്രശാന്തിൻ്റെ പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ടാണ് ഈ പറയുന്ന PP ദിവ്യ വിളിക്കാത്ത യോഗത്തിലേക്ക് വിളിച്ചു ചെന്ന് നവീൻ ബാബുവിനെ മരണത്തിലേക്ക് തള്ളിവിടുന്ന രീതിയിലുള്ള പ്രസംഗം നടത്തുകയും ചെയ്തത്. TV പ്രശാന്തൻ കൈക്കൂലി കൊടുത്തു എന്നാണ് ഇപ്പോഴും ആവർത്തിക്കുന്നത്. പക്ഷേ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ വിശദമായ റിപ്പോർട്ടിൽ ഉൾപ്പെടെ എവിടെയും ഈ TV പ്രശാന്തനിൽ നിന്ന് നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് പോലീസിനും കഴിഞ്ഞിട്ടില്ല, വിജിലൻസിനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ എന്തിനാണ് TV പ്രശാന്തൻ ഇക്കാര്യം PP ദിവ്യയോട് പറഞ്ഞത് എന്നതാണ്. PP ദിവ്യ പലതവണ കലക്ടറോടും കലക്ടറുടെ CAയോടും ആവശ്യപ്പെട്ട് വിളിക്കാത്ത യോഗത്തിലേക്ക് കയറി ചെന്ന് നവീൻ ബാബു ഒരു കൈക്കൂലിക്കാരനാണെന്നും ഇവിടെ നിന്ന് ട്രാൻസ്ഫറായി പോയി പത്തനംതിട്ടയിൽ ഇത് തുടരരുതെന്നും 2 ദിവസത്തിനകം കാണിച്ചു തരാമെന്നും PP ദിവ്യ പറഞ്ഞത്. ആക്ഷേപം ഉന്നയിക്കണമെന്നുണ്ടെങ്കിൽ അതിന് അടിസ്ഥാനമായി ഒരു സംഭവം വേണം. അതിന് അടിസ്ഥാന സംഭവമായി മുഖ്യമന്ത്രിക്ക് TV പ്രശാന്തൻ നൽകി എന്ന് പറയപ്പെടുന്ന പരാതി, ആ പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സ്വീകരിച്ചതിന്റെ രേഖകളില്ല. ഈ നവീൻ ബാബുവിന്റെ മരണ ദിവസം ഏകദേശം 10:45 ഈ പരാതിയുടെ പകർപ്പ് മാധ്യമങ്ങളിലേക്ക് വരികയാണ്. അതായത് ഒക്ടോബർ മാസം 15-ാം തീയതി. അതിനു മുൻപ് ഈ പരാതിയെക്കുറിച്ച് അറിയാവുന്നത് PP ദിവ്യയ്ക്കാണ്. ആ പരാതിയെ കോട്ട് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ പരാതിയിലെ കാര്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് എങ്ങനെയാണ് NOC നൽകിയത് അറിയാം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ TV പ്രശാന്തൻ കൈക്കൂലി നൽകി എന്നുള്ളതും തെളിയിക്കപ്പെടേണ്ടതല്ലേ? ഇവിടെ കൈക്കൂലി നൽകിയിട്ടില്ല, കൈക്കൂലിക്കാരനല്ല എന്ന് തെളിയുമ്പോൾ എന്തുകൊണ്ടാണ് പ്രശാന്തൻ എന്ന ഈ കേസിലെ പരാതിക്കാരനായി ആദ്യഘട്ടത്തിൽ PP ദിവ്യയോട് ഇക്കാര്യങ്ങൾ പറഞ്ഞ ആൾ എന്ന് കരുതുന്നയാൾ ഈ കേസിന്റെ അന്വേഷണ പരിധിയിലേ വരാതെ പോകുന്നത് വിചിത്രമല്ലേ പ്രസാദ്? ഉറപ്പായും സുജയ, ഞാനും സുജയും അടക്കം പലതവണ മഞ്ജുഷയുമായും അല്ലെങ്കിൽ പ്രവീൺ ബാബുവുമായും നവീൻ ബാബുവിൻ്റെ സഹോദരനുമായിട്ടൊക്കെ ദീർഘനേരം നമ്മൾ വ്യക്തിപരമായും അവരോട് സംസാരിച്ചതാണ്. അപ്പോൾ നമുക്ക് കിട്ടിയ ഒരു കൃത്യമായ ഒരു ചിത്രമുണ്ട്. ആ ചിത്രം എന്ന് പറയുന്നത് നവീൻ ബാബുവിനെ ഒരു കൈക്കൂലിക്കാരനാക്കി ചിത്രീകരിച്ച് കണ്ണൂർ ജില്ല കടത്തുക എന്നൊരു ഉദ്ദേശം PP ദിവ്യക്കുണ്ടായിരുന്നു. ആ ഉദ്ദേശം PP ദിവ്യയുടേത് മാത്രമല്ല എന്നാണ് നവീൻ ബാബുവിൻ്റെ കുടുംബം സംശയിക്കുന്നത്. അങ്ങനെയല്ല എങ്കിൽ PP ദിവ്യ മാത്രമല്ല പ്രതിയെങ്കിൽ മറ്റ് പ്രതികളുണ്ടെങ്കിൽ തീർച്ചയായും ആ പ്രതി രണ്ടാമത്തെ പ്രതിയാകേണ്ട ആൾ TV പ്രശാന്തനാണ്. പക്ഷേ TV പ്രശാന്തന്റെ ഭാഗത്തേക്ക് അന്വേഷണം നീണ്ടില്ല. TV പ്രശാന്തൻ നവീൻ ബാബുവിന്റെ മരണം സ്ഥിരീകരിച്ച ശേഷം മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുത്ത മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കൊടുത്തു എന്ന് പറഞ്ഞ് നേരത്തെ ഡേറ്റ് ഇട്ട് കൊടുത്ത പരാതി, ആ പരാതി വ്യാജമാണെന്ന് തെളിഞ്ഞു. TV പ്രശാന്തൻ തന്നെ മൊഴിയിൽ പറയുന്നുണ്ട്, AKG സെന്ററിന്റെ ഓഫീസ് സെക്രട്ടറിയായ ബിജു കണ്ടക്കൈക്ക് വാട്സപ്പ് വഴി അയച്ചു കൊടുത്തു എന്ന്. ബിജു കണ്ടക്കൈക്ക് വാട്സപ്പ് വഴി അയച്ചു കൊടുത്ത പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കൈമാറി എന്ന രീതിയിലാണ് പിന്നീട് എല്ലാ പ്രചരണവും വന്നത്. പക്ഷേ ഇപ്പോഴും മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പോലും നിയമസഭയിൽ പറഞ്ഞു അങ്ങനെ ഒരു പരാതി കിട്ടിയില്ല. സുജയ, ഒരു കാര്യം വ്യക്തമാണ്, നവീൻ ബാബുവിനെ കൈക്കൂലിക്കാരനാക്കി ചിത്രീകരിച്ച് പൊതുമധ്യത്തിൽ അവഹേളിക്കാൻ ഒരു ഗൂഢാലോചന അവിടെ പബ്ലിക് സർവന്റിന്റെ ഇമേജ് എന്ന് പറയുന്നത് അത് നശിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഞാൻ പത്തനംതിട്ടയിൽ പോയി ജോലി ചെയ്യുക എന്ന് അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാകണം. ഇതുവരെയുള്ള സർവീസ് കാലയളവിൽ ഒരു തരത്തിലുമുള്ള ഒരു ബ്ലാക്ക് മാർക്ക് ഇല്ലാത്ത ഒരു സർവീസ് ബുക്കാണ് ADM ആയിരുന്ന നവീൻ ബാബുവിന്റേതെന്ന് റവന്യൂ മന്ത്രി അടക്കം സാക്ഷ്യപ്പെടുത്തുന്നത്. അതിന്റെ രേഖകളടക്കം നമ്മൾ ആ ഒരു ഘട്ടത്തിൽ പുറത്തുവിട്ടതുമാണ്.